അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാനിൽ നോമ്പോടുകൂടി അവൻ്റെ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ നാം ഓരോരുത്തരെയും ഉയർന്ന മൂല്യത്തോടുകൂടി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇരിക്കുന്ന അത്രയും സമയം ഇഅ്തികാഫിനെ കരുതി ഏത് സമയത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ കയറിയാലും ആ ഇരിക്കുന്ന അത്രയും സമയം അള്ളാഹു ഞങ്ങൾ ഇഅ്തികാഫിനെ കരുതി എന്ന് നാം നിയ്യത്ത് വെച്ചാൽ, അങ്ങനെ വെക്കാത്ത ഒരാളെ അപേക്ഷിച്ച് ഇഅ്തികാഫിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് കിട്ടും. ഒരു 20 മിനിറ്റ് നമ്മൾ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഇരിക്കുന്നു, ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടു കൂടിയാണ് എങ്കിൽ അതല്ലാത്തതിനേക്കാൾ പ്രതിഫലം കൂടുതൽ കിട്ടും. രണ്ടാമത്തെ ഗുണം, നമ്മളങ്ങനെ നീയത്ത് വെച്ച് മസ്ജിദിൽ കയറുമ്പോഴെല്ലാം എവിടെയായിരുന്നാലും ഇഅ്തികാഫിൻ്റെ നീയത്തിൽ കരുതി കൂട്ടി നാം കയറുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ കൂടുതലായി ഇരിക്കാനുള്ള മാനസികമായ ഒരു പ്രേരണ അതിലൂടെ നമുക്കുണ്ടാകാനും കൂടി കാരണമാകും. അള്ളാഹുവിൻ്റെ മസ്ജിദുകളുമായി ബന്ധപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് അമിതമായി നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് യുവാക്കളുമായി ബന്ധപ്പെട്ട വിഷയം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു തആല എടുത്തുദ്ധരിക്കുന്ന ഒരു വിഭാഗമാണ് അശ്ശബാബ്, യുവത്വം. യുവാക്കളുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും വിശുദ്ധമായ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു തആല ഭൂമിയിലെ മനുഷ്യരെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ച അള്ളാഹുവിൻ്റെ മഹാരഥന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെല്ലാം യുവാക്കളായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, എല്ലാ നബിമാരും യുവാക്കളായിരുന്നു. അല്ലാഹു തആല യുവത്വത്തിന് വല്ലാത്ത സ്ഥാനവും മഹത്വവും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നൽകുന്നുണ്ട്. ഇന്ന് നമ്മളുടെ ഇടയിൽ നാം നോക്കിയാൽ വ്യത്യസ്തമായ സംഘടനകൾ, മതപരമായ സംഘടനയുണ്ട്, രാഷ്ട്രീയമായ സംഘടനകളുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ സംഘടനകൾക്കും പ്രത്യേകമായ യൂത്തിൻ്റെ ഒരു വിങ്ങുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ ആ സംഘടനയെ പ്രസിദ്ധമാക്കാനും ആ സംഘടനയുമായി, ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഭാരിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം നടപ്പാക്കുന്നത് ഈ ഒരു വിങ്ങായിരിക്കും. അതില്ലാത്ത ഒരു പ്രസ്ഥാനവും ഇന്ന് നമ്മുടെ ഇടയിൽ വേണ്ട രീതിയിൽ കാണാൻ കഴിയില്ല. അത്രയ്ക്കും പ്രാധാന്യവും അത്രയ്ക്കും മഹത്വവും യുവത്വത്തിനുണ്ട്. നമ്മളുടെ ജീവിതത്തിലേക്ക്, നമ്മളുടെ ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നാം നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അസന്നിഗ്ധമായ പല ഘട്ടങ്ങളിലും പല തീരുമാനങ്ങളും പല പ്രവർത്തനങ്ങളും കടന്നു വരുന്നതും ഈ പ്രായത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലാത്തത് നിരുപാധികം ഇല്ല എന്നല്ല, പക്ഷെ വലിയ സ്ഥാനവും മാനവും ഉള്ളതായ പല സങ്കീർണമായ ഘട്ടങ്ങളും കടന്നു പോകുന്നത് ഈ യുവത്വത്തിലൂടെയാണ്, അല്ലെങ്കിൽ ആ പ്രായത്തിലൂടെയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് ഏകദേശം മധ്യഭാഗത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സൂക്തമാണ്. ആ സൂക്തത്തിൽ അള്ളാഹു പ്രധാനമായിട്ടും ഉദ്ധരിക്കുന്നത്, ആ സൂക്തത്തിന് പേര് തന്നെ ഗുഹ എന്നാണ്, അസ്ഹാബുൽ കഹ്ഫ്. ഗുഹവാസികളുമായി ബന്ധപ്പെട്ട വിഷയമാണ് അള്ളാഹു ആ ഖുർആനിൽ ആ സൂക്തത്തിൽ വിശദീകരിക്കുന്നത്. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ സൂക്തത്തിൻ്റെ പേരെടുത്ത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വിശാലമായി പിന്നീട് നമുക്ക് സമയം കിട്ടുമ്പോൾ അത് പഠിക്കാനും കൂടിയാണ്. ഒരു അന്ധകാര നിപുണമായ ഒരു സാഹചര്യത്തിൽ, ഒരു കാലഘട്ടത്തിൽ മോശക്കാരനായിരുന്ന ഒരു രാജാവിൻ്റെ അതിക്രൂരമായ പ്രവണതകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇത് അരുതേ എന്ന് പറയാൻ കുറച്ച് ചെറുപ്പക്കാർ സന്നദ്ധമായതിനെ അള്ളാഹു വിശദീകരിക്കുകയാണ്. ഈ അനീതി പാടില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുന്നു, ആ കാലഘട്ടത്തിൽ ആ രാജാവിനും മുമ്പ് കഴിഞ്ഞുപോയ രാജാക്കന്മാരുടെ ജീവിതവും അവരുടെ ഭരണഘടനയും അവരുടെ ഭരണരീതിയും വ്യക്തമായി നേരിട്ട് കണ്ട് ബോധ്യമുണ്ടായിരുന്ന ഒരു വിഭാഗം അവരുടെ ഇടയിൽ ഉണ്ടായിട്ടും അവർക്കാർക്കും പറയാൻ കഴിയാത്ത ഈ ധൈര്യത്തിൻ്റെ വാചകം അക്രമിയായ അഹങ്കാരിയായ രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട്, നിങ്ങൾ ഈ കാണിക്കുന്ന പ്രവണതകൾ മോശമാണ് എന്നും ഇതിൽ നിന്നും പിന്തിരിയേണ്ടതാണ് എന്നും അന്യായമായ ഈ പ്രവണതകളെ പരിപൂർണമായിട്ടും ഒഴിവാക്കണമെന്നും ധൈര്യസമേതം പറയാൻ തയ്യാറായ കുറച്ച് ചെറുപ്പക്കാർ അള്ളാഹു വിശദീകരിക്കുന്നു. വേറെ പല സ്ഥലങ്ങളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. അവർ വന്നിട്ട് പറഞ്ഞു, രാജാവിൻ്റെ അടുക്കലേക്ക് ആരായി ജനങ്ങളുടെ ഇടയിൽ ഇത്രയും വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന ചിന്താഗതികളിലേക്ക്, ചിന്താധാരകളിലേക്ക് ജനങ്ങളെ തിരിച്ചുവിട്ടതാരാ? കുറെ കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നത് അനുസരിച്ച് അക്ഷരം പ്രതി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ സമൂഹം, ഇറാഖിലെ ബാബിലോണിയയിലെ ഒരു വലിയ വിഭാഗം, ഒരു എതിർ അഭിപ്രായവും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ, തന്നെ രാജാവാണെന്നല്ല തൻ്റെ ദൈവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ വിധേയത്വം നൽകി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആൾക്കാർ, അവരുടെ ഇടയിൽ
ഇടയിലേക്ക് എങ്ങനെയാ നമ്മളിൽപ്പെട്ട നമ്മളെപ്പോലെ അത്യാവശ്യങ്ങളുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാ നമ്മളുടെ ദൈവമാകാൻ കഴിയുന്നത് എന്ന ചിന്താധാര ജനങ്ങളുടെ ഇടയിലേക്ക് ആരാണ് ഇട്ടുകൊടുത്തത്? അതുമായി ബന്ധപ്പെട്ടതായ കൂട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ടതായ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടതായ വിശകലനവും ഈ നാട്ടിലുണ്ടാകാൻ കാരണമാരാണ്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഖാലു സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഒരു ചെറുപ്പക്കാരനാ, ഒരു യുവാവാണ്. ഖാലു, അവർ പറയും സമിഅനാ ഫതൻ, ഒരു ചെറുപ്പക്കാരനാ ഈ ചിന്താധാര ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത്. അത് കാരണമായിട്ട് തനിക്ക് സംഭവിക്കാൻ പോകുന്ന അതിദാരുണമായ ശിക്ഷകളെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ, തന്റെ ജീവൻ തന്നെ അവസാനിച്ചു പോകാൻ കാരണമാകുമെന്നുള്ള ഒരു ചിന്തയുമില്ലാതെ ഈ വിപ്ലവകരമായ ചിന്തയുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നത് ഫതൻ, ഒരു ചെറുപ്പക്കാരനാണ്. യുഖാലു ലഹു ഇബ്രാഹിം, അദ്ദേഹത്തിന് പറയുന്നത് ഇബ്രാഹിം എന്ന അദ്ദേഹത്തിന്റെ പേര്. അള്ളാഹു പല സ്ഥലങ്ങളിലും ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുവത്വത്തിന് വലിയ സ്ഥാനമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ. 5 കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്. 5 കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോൾ ആ 5 കാര്യങ്ങൾ മാറിയിട്ട് പകരമായിട്ട് വേറെ 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ഈ 5 കാര്യങ്ങളെ നിങ്ങൾ പരിപൂർണമായിട്ടും പ്രയോജനപ്പെടുത്തണമേ. അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടി ആദ്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹു തആല നൽകിയതായ യുവത്വമാണ്, ആ കാലഘട്ടമാണ്. യഖ്തനിം, നിങ്ങൾ വിലമതിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കതാ. നിങ്ങൾ അതിനെ വിലമതിക്കണം, അതിന് നിങ്ങൾ മൂല്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം, ആ സാധനത്തിനോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നത് ആ സാധനവുമായി ബന്ധപ്പെട്ട മൂല്യവും അതുമായി ബന്ധപ്പെട്ടതായ ഉപയോഗവും അതുമായി ബന്ധപ്പെട്ടതായ പ്രയോജനവും അത് നേടിയെടുക്കാൻ നാം ത്യജിച്ചതായ ത്യാഗവും അതിനുവേണ്ടി നാം ഉപയോഗിച്ചതായ ചെലവാക്കിയതായ സമ്പത്തും ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതുമായിട്ടുള്ളതായ ബന്ധമുണ്ടാകാറുള്ളത്. നമുക്കറിയാം, മസ്ജിദിലേക്ക് നമ്മൾ വരും, അൽഹംദുലില്ലാ നല്ല കാർപ്പറ്റ്, ഏകദേശം മിക്ക പള്ളികളിലും അങ്ങനെ. അത് പറയപ്പെടാൻ ഓർത്തത്, അൽഹംദുലില്ലാ നമ്മുടെ ഈ പള്ളി ഇത്രയും മനോഹരമാക്കാനായിട്ട് അശ്രാന്ത പരിശ്രമം നടത്തിയ പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, പ്രധാനമായിട്ടും സെക്രട്ടറിയും പ്രസിഡന്റും ഇതിനെ സഹായിച്ച മുഴുവൻ ആൾക്കാരും അല്ലാഹു തആല അവർക്ക് അവരുടെ ജീവിതകാലം മുഴുവനും എല്ലാ മേഖലകളിലും വിശാലമായ അനുഗ്രഹം നൽകുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല പകരം സ്വർഗ്ഗം നൽകുമാറാകട്ടെ. എന്ത് അനുഗ്രഹത്തോടുകൂടി, എന്ത് സന്തോഷത്തോടുകൂടി, എത്ര ആഫിയത്തായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ പറയാൻ വന്ന വിഷയം, ഇന്ന് മിക്ക പള്ളികളിലും കാർപ്പറ്റാണ്. ഇന്ന് നമുക്കറിയാം, ഉപയോഗിക്കുന്ന ഫോണുകൾ ലക്ഷങ്ങൾ വിലയുള്ളതായ ഫോണാണ്. ഇന്ന് ഇറങ്ങിയതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഫോണുമായിട്ട് അതിന് പ്രത്യേകം കവർ ചെയ്യാനുള്ളതായ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമസ്കാരത്തിലേക്ക് കൈകെട്ടുന്നതിന് മുമ്പ് ചില ആളുകൾ ഫോൺ മുമ്പിൽ വെക്കാറുണ്ട്. അവർ കാർപ്പറ്റാണ്, ആ ഫോണിന് കവറുണ്ട്, എങ്കിലും അവർക്കൊരു തൃപ്തിയാകൂല. അവരുടെ പോക്കറ്റിൽ നിന്നും ഒരു ടവൽ കൂടി എടുത്തിട്ട് അത് പൊതിഞ്ഞിട്ട് വെക്കും. അത് കൊണ്ട് നടക്കുന്നത് അതീവ സൂക്ഷ്മമായിട്ട് കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിക്കും. പണ്ടൊക്കെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു, ഇന്ന് പോക്കറ്റിൽ വിടൂല. കാരണം അഥവാ പോക്കറ്റിൽ കൊണ്ട് നടക്കുമ്പോൾ കുനിഞ്ഞാൽ താഴെ വീണാലോ, നടക്കുമ്പോൾ തെറിച്ചു വീണാലോ അതിന്റെ മൂല്യത്തിനനുസരിച്ച് അതിങ്ങനെ സൂക്ഷിക്കും. സ്ത്രീകൾ കുലുസിടാറുണ്ട്, അല്ലെങ്കിൽ പാദസരം ധരിക്കാറുണ്ട്. നല്ല ലോക്കാണ്, അതൊരിക്കലും ഇളകിപ്പോകൂല. ഇനി അഥവാ ഇളകിപ്പോയാലോ അതിനോടൊപ്പം ഗോൾഡിന്റെ ചെറിയ ടങ്കീസ് വാങ്ങിയിട്ട്, നൂല് വാങ്ങിയിട്ട് അതുകൊണ്ട് കൂടി കെട്ടും. 1 കെട്ടിടും, 2 കെട്ടിടും, 3 കെട്ടിടും. എന്നാൽ ഒരു തൃപ്തിയാകൂല. വീണ്ടും ഒന്നും കൂടി ചുറ്റിക്കെട്ടും. ഇനി അഥവാ എവിടെങ്കിലും നടന്നു പോകുമ്പോൾ ഇളകിപ്പോയാലോ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കയ്യിലിരിക്കുന്ന ഓരോന്നിനും ഇന്ന് കാറുകൾ അതൊരു ഹരമാണ്. അത് അൽഹംദുലില്ലാ റാഹത്തുമാണ്. അള്ളാഹുവിന്റെ റസൂൽ മുഅ്മിനായ മനുഷ്യന്റെ 3 വിജയങ്ങളിൽ ഒന്ന് പറഞ്ഞത് വഴിയിൽ കിടത്താത്ത വാഹനം. അള്ളാഹു എല്ലാവർക്കും നല്ല വാഹനം നൽകുമാറാകട്ടെ. മക്കളെ പോലെ സംരക്ഷിക്കുന്നവരുണ്ട് വാഹനം. വണ്ടി ഭ്രാന്തന്മാരെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേജുകളുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ. അതിന് നല്ല കൂടിയ ഒരു തരത്തിലും അതിന്റെ കളറുകൾക്ക് മങ്ങൽ വരാത്ത സംവിധാനങ്ങളുള്ളതായ ഏറ്റവും ടോപ്പ് പെയിന്റുകളായിരിക്കും. എന്നാലും തൃപ്തിയാകൂല. PPF ചെയ്യിപ്പിക്കും. 20,000, 50,000, 60,000 കൊടുത്തിട്ട്. എന്താ, ഇനിയും ഒരു കേടുവരാൻ പാടില്ല. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഓരോ സാധനങ്ങൾക്കും വില നമുക്കറിയാവുന്നത് കൊണ്ട് അതിന്റെ മൂല്യം മനസ്സിലാക്കിയ മനുഷ്യൻ അതിനോടുള്ളതായ അവന്റെ പ്രവണതകൾക്ക് വ്യത്യസ്തമായ അവസ്ഥകളാണ് എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് യുവത്വം നൽകി എന്നുള്ളതാണ്. വഖ്തനിം, അതുകൊണ്ട് നിങ്ങൾ അതിന് വിലമതിക്കണം, അതിന് നിങ്ങൾ മഹത്വം കൊടുക്കണം. എപ്പോഴാ? ഖബല ഹറമിക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിടത്തെല്ലാം പോകാൻ കഴിയുന്ന ആരോഗ്യം റബ്ബ് നിങ്ങളുടെ കാലുകൾക്ക് നൽകിയിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം പിടിക്കാനുള്ള ആരോഗ്യം റബ്ബ് നിങ്ങളുടെ കൈകൾക്ക് നൽകിയിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം അത്രയും നടുനിവർത്തി നിൽക്കാനുള്ള ആരോഗ്യം, നട്ടെല്ലിന് അള്ളാഹു തആല ആരോഗ്യം നൽകിയില്ലേ? നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നിടത്തെല്ലാം യാത്ര ചെയ്യാനുള്ള സൗഖ്യമായ ആരോഗ്യം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? ഇതൊന്നും ഇല്ലാത്ത ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. നമ്മൾ കാണാറുണ്ട്, ഒരുപാട് ആൾക്കാർ അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് നമസ്കരിക്കാൻ വരും. അള്ളാഹു അവർക്ക് ധാരാളമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവർ നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, സൈഡിൽ ഇങ്ങനെ പിടിച്ചാ നടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതേ സമയത്ത് തന്നെ ഒളു ചെയ്തിട്ട് മറ്റു ചില ആൾക്കാർ വരുന്നത് കാണാം. അവർ ഒളു ചെയ്തിട്ട് പടിയിലേക്ക് കാല് വെക്കുന്നത് കാണാം. അതിവേഗതയിൽ അവർ സഫുകളിലേക്ക് ഓടിയെത്തും. പക്ഷെ ഇവർക്ക് ഓടാൻ കഴിയൂല. മനസ്സിന് ആഗ്രഹമുണ്ട് ഓടാൻ, പക്ഷേ അവരുടെ കാലുകൾക്ക് അത്ര വേഗതയിൽ എടുത്തു വെക്കാൻ കഴിയുന്നില്ല.
നമസ്കാരത്തിലേക്ക് കൈകിട്ടും, നല്ലതുപോലെ സാധുക്കൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയൂല, ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാം, നല്ലതുപോലെ നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല. റുക്കൂഇലാകുമ്പോഴേക്കും അവരുടെ നട്ടെല്ല് അവർക്ക് വളച്ചു നിർത്താനുള്ള ആരോഗ്യമില്ലാത്തതിന്റെ പേരിൽ അവർ കസേരയിലേക്ക് അഭയം പ്രാപിക്കുന്നത് നമുക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വിലമതിക്കാൻ കഴിയാത്ത അനുഗ്രഹമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ യുവത്വം. ആ യുവത്വം എന്ന് പറയുന്നത് ആരോഗ്യം, ശരീരവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന് റബ്ബ് നൽകിയ അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം അവന്റെ മനസ്സാണ്. ആ മനസ്സിനു കൂടി യുവത്വം ഉണ്ടാകണം, ആ പ്രസരിപ്പ് ഉണ്ടാകണം. ചെറുപ്പത്തിലെ വാർദ്ധക്യമായ ആൾക്കാർ ഒരുപാട് നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ നിരുപാധികം അതിനെ നിഷേധിക്കുക പാടില്ലാത്തതാ. ചെറുപ്പത്തിലെ മാനസികമായിട്ട് വാർദ്ധക്യമെത്തിയ പടുവൃദ്ധന്മാരായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒന്നിനും കഴിയൂല, മടിയന്മാരായിട്ടിരിക്കും, എന്നെ കൊണ്ട് അത് പറ്റൂല, അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയുമോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു വലിയ പാപമാണ് ആ ചിന്താഗതി. നിങ്ങൾ പ്രതീക്ഷ അള്ളാഹുവിലാണ് വെക്കേണ്ടത്. പരിശ്രമം അത് അള്ളാഹു നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതാണ്. കഠിനാധ്വാനം നിങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. ഏതു മേഖലകളിലാണെങ്കിലും അതിന്റെ വിജയം റബ്ബിന് നിങ്ങൾ വിട്ടുകൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധമായ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ നമുക്കറിയാം, ബഹുഭൂരിഭാഗം എന്നല്ല 99% യുവാക്കളാണ്. അള്ളാഹുവിന്റെ മസ്ജിദിൽ അവസാനത്തെ 10 ഇഅ്തികാഫിന്റെ പ്രതിഫലം നമുക്കറിയാം. എല്ലാ മസ്ജിദുകളിലും ഇഅ്തികാഫ് ഉണ്ട്. 2-3 ദിവസങ്ങളായിട്ട് കാണുന്നത് ഏകദേശം 60-70 കിലോമീറ്റർ അപ്പുറത്തു നിന്നും, കൊല്ലത്തിന്റെ ഭാഗത്തു നിന്ന് പോലും ഇഅ്തികാഫിന് ഇവിടെ വരുന്ന ആളുകളുണ്ട്. വർക്കലയിൽ നിന്ന് വരുന്നവരുണ്ട്, ചെറുപ്പക്കാരായ ആൾക്കാർ. നെടുമങ്ങാട് ഭാഗത്തു നിന്ന് വരുന്നവരുണ്ട്. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നും ഇഅ്തികാഫിന് വേണ്ടി ചെറുപ്പക്കാർ ഓടി വരുന്നുണ്ട് എങ്കിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് ഇതേ ആഗ്രഹം നിങ്ങൾക്ക് കുറച്ച് വർഷം കൂടി കഴിയുമ്പോൾ, ഒരു 40 വർഷം കഴിഞ്ഞാൽ, ഒരു 50 വർഷം കൂടി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ ഓടിയെത്താൻ നിങ്ങളുടെ മനസ്സിന് യുവത്വം ഉണ്ടാകൂല. നിങ്ങൾക്ക് ഇങ്ങനെ ഓടിയെത്താൻ നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകൂല. ഉറക്കമൊഴിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ആഫിയത്തോടു കൂടി ഇരിക്കാനുള്ള അവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങൾക്ക് പറ്റാത്ത ഒരു സന്ദർഭം വരുമ്പോൾ അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് സമ്പത്താണ്. ഏത് നിമിഷവും നീങ്ങിപ്പോകുന്ന ഒരു സാധനമാണ് സമ്പത്ത്. ഏത് സമയത്തും നീങ്ങിപ്പോകാം. ലക്ഷങ്ങളുള്ള മനുഷ്യർ, കോടികളുള്ള മനുഷ്യർ, എത്ര ആൾക്കാരെ കുറിച്ചാണ് നാം കേട്ടിട്ടുള്ളത്. അവരെ പോലെ ആകണമെന്ന് മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ അവരുടെ പേരെടുത്ത് ഉന്നയിക്കപ്പെട്ട പല വ്യക്തികളും അവസാനം ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വിദേശ രാജ്യങ്ങളിൽ കിടക്കുന്ന അവസ്ഥ കേട്ടിട്ട് അവരുടെ കുടുംബത്തിലുള്ളതെല്ലാം വിറ്റുപറക്കിയിട്ടും തിരിച്ച് നാട്ടിലേക്ക് പോലും എത്തിക്കാൻ പറ്റാത്ത അതിദാരുണമായ സാമ്പത്തികമായ അസ്വസ്ഥതയിൽ കഴിയുന്ന എത്ര ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളത്. അള്ളാഹു നൽകിയ സമ്പത്ത് ശാശ്വതമല്ല. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ അനുവദനീയമായ അവസ്ഥകളിൽ നിങ്ങൾ ചെലവാക്കി കഴിഞ്ഞാൽ ആ സമ്പത്തില്ലാത്ത സന്ദർഭത്തിൽ നിങ്ങളുടെ മനസ്സിനൊരു വലിയ ഖേദമുണ്ടാകും. അള്ളാഹു എൻ്റെ കയ്യിൽ ആ സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ, എത്ര ആളുകളാണ് നമ്മളോട് പറയുന്നത്, ഇന്ന സമയങ്ങളിൽ എൻ്റെ കയ്യിൽ ഇത്ര സമ്പത്തുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഈ മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല ഉസ്താദേ. ഇന്ന് വല്ലാത്ത ആഗ്രഹം തോന്നുന്നു, സ്വന്തമായി സുഖലോലിപനായി ജീവിക്കുന്നതിനല്ല, പക്ഷെ എനിക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹം അതിയായി വന്നപ്പോൾ ഇന്ന് എൻ്റെ കാര്യത്തിന് പോലും തികയാത്ത അവസ്ഥയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് സമ്പത്ത് നൽകിയ സമയത്ത് നിങ്ങൾ അനുവദനീയമായ കാര്യങ്ങളിൽ ചെലവാക്കിയിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ സാധുക്കളെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ, അതില്ലാത്ത ഒരു സന്ദർഭം വന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ തേട്ടം അനുസരിച്ച്, നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം അനുസരിച്ച് അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. അതിലേറ്റവും പ്രാധാന്യമുള്ളത് ആദ്യം പറയുന്നത്, ഈ സ്ഥലങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ റസൂൽ ആദ്യം പറയും, നിങ്ങളുടെ യുവത്വമാണ്. പള്ളിക്ക് വേണ്ടി ഓടി നടക്കാൻ, നാട്ടുകാർക്ക് വേണ്ടി ഓടി നടക്കാൻ ഒന്നും ചെറുതല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തരാത്ത ഒരു രാഷ്ട്രീയവും നമ്മുടെ ഇടയിലില്ല. സാമൂഹികമായ പ്രവർത്തനത്തിന് നടക്കൽ തീർച്ചയായിട്ടും റബ്ബിന്റെ അടുക്കൽ പ്രതിഫലമുള്ളതാ. കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഓടി നടക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുള്ളതാ. ആ കുടുംബത്തിനെ ഒരു പ്രാപ്തിയാക്കാനായിട്ട് അവന്റെ ജീവിതം ഏറ്റവും വലിയ ഭാരം പേറിക്കൊണ്ട് അവൻ ചുമടെടുത്തുകൊണ്ട് ഓടി നടക്കുന്ന സമയം മാനസികമായ സംഘർഷം, മക്കളുമായി ബന്ധപ്പെട്ട്, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ മേഖലകൾ മുഴുവനും കടന്നു പോകുന്നത് യുവത്വത്തിലൂടെയാണ് എന്ന് മുഹദ്ദിസീങ്ങൾ. ഇതിനെല്ലാം അള്ളാഹു വണ്ണമായ പ്രതിഫലം നൽകും. പ്രഭാതത്തിൽ ഉണരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരു യുവാവ്, ഒരു കച്ചവടക്കാരൻ, ആരുമായി കൊള്ളട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അവനെ തിരിച്ചും മറിച്ചും കടത്തുന്നത്, സ്വസ്ഥമായി പുതപ്പിനടിയിലേക്ക് കിടന്ന് അവൻ സ്വന്തമായ അസ്വസ്ഥതയില്ലാത്ത സൗഖ്യമായ ഒരു നിദ്രയിലേക്ക് ആണ്ടുപോകാൻ അവനെ സമ്മതിക്കാത്തത് അവന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ടതായ അസ്വസ്ഥതകളാണ് എങ്കിൽ ആ ചിന്തകൾക്കും ആ ബുദ്ധിമുട്ടുകൾക്കും ആ പ്രയാസങ്ങൾക്കും അള്ളാഹു എണ്ണി പ്രതിഫലം നൽകും. അങ്ങനത്തെ സാഹചര്യം ഏറ്റെടുക്കുന്നത് ബഹുഭൂരിഭാഗവും യുവത്വത്തിന്റെ സമയത്താണ്. റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത്, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അത് തരണം ചെയ്യാനുള്ള മാനസികമായ ഒരു ആരോഗ്യം, മാനസികമായ ഒരു പ്രേരണ നൽകുന്നത് ഈ കാലഘട്ടത്തിലാണ് എന്ന് മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുകയാണ്. അതിനെല്ലാം റബ്ബ് പ്രതിഫലം നൽകും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മഹ്ശറയിൽ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭമുണ്ടാകും. എല്ലാ മനുഷ്യരുടെയും നന്മയും തിന്മയും റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്ന സന്ദർഭമുണ്ടാകും. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകമായ അനുഗ്രഹം കിട്ടുന്ന ചില ആൾക്കാരുണ്ട്. ആ ആളുകളെ ഇങ്ങനെ മറ്റുള്ളവരെല്ലാം ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കും. വിചാരണയുടെ അതിസങ്കീർണമായ സന്ദർഭം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിങ്ങനെ പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് ഇത്രയും വലിയ ഗൗരവത്തോടുകൂടി ഇത്രയും വലിയ പേടിയോടുകൂടി പ്രവാചകന്റെ മുഖത്തിന്റെ അവസ്ഥകളെല്ലാം വ്യത്യസ്തമായി വിവരണമായ മുഖത്തോടുകൂടി പ്രവാചകൻ വളരെ സങ്കീർണമായ ഹദീസുകൾ പറയുമ്പോഴാണ് അങ്ങനത്തെ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങയ്ക്കും ഈ അവസ്ഥയുണ്ടാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹിസാബില്ലാതെ വിചാരണയില്ലാതെ ഒരാളും കടക്കാൻ കഴിയാത്ത സന്ദർഭമുണ്ടാകും. അതുകൊണ്ട് ആയിഷ പറഞ്ഞുകൊള്ളുക, ഹാസിബിനി, അള്ളാഹു ഞങ്ങൾക്ക് ഹിസാബൻ യസീറ, ലളിതമായ വിചാരണ നീ എനിക്ക് നൽകണേ അല്ലാ. നമുക്കറിയാം, വിചാരണ ഒരു വലിയ കടുപ്പമാണ്. നമ്മുടെ ഇടയിൽ തന്നെ ഏതെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തിയാൽ ആ വിചാരണ തന്നെ ആ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. സമൂഹത്തിനു മുമ്പിൽ വിലയും മാനവും സ്ഥാനവുമുള്ള ജനങ്ങളെ കോടതി മുറികളിൽ, കോടതി കൂടുകളിൽ കയറ്റി നിർത്തിയിട്ട് വിചാരണ ചെയ്യപ്പെടുന്ന സന്ദർഭം, അതിനേക്കാൾ വലിയ ദുരന്തം ജീവിതത്തിൽ ഉണ്ടാകാനില്ല. അതിനേക്കാളും കടുപ്പം ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരെ എല്ലാം നിർത്തുന്നതായ സന്ദർഭം. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം കിട്ടുന്ന ചില ആളുകൾ ഉണ്ടാകും. ആ അനുഗ്രഹം കിട്ടുന്ന ആളുകൾക്ക് ആ അനുഗ്രഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് റബ്ബ് പറയുന്ന ഒരു തീരുമാനമുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തസൂലു ഇബ്ന ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസിൻ അൻ ഉംരിഹി ഫീമാ അഫനാ. അല്ലാഹു തആല മനുഷ്യരെ ഇങ്ങനെ നിർത്തിയിട്ട് പറയും, നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് വ്യക്തമായ കൃത്യമായ മറുപടി പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്നും നിങ്ങളുടെ കാൽപാദം ഒരു ഇഞ്ചു മാറ്റാൻ റബ്ബ് സമ്മതിക്കൂല. لا تزول ابن قدم عبد يوم القيامة حتى تسأل عن خمس. അങ്ങനെ ചോദിക്കപ്പെടുന്നതും അതിന് കൃത്യമായ മറുപടി പറയാതെ അള്ളാഹു അനങ്ങാൻ സമ്മതിക്കൂല. എല്ലാ മനുഷ്യരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന സന്ദർഭം അള്ളാഹു ആദ്യം ചോദിക്കും, നിനക്ക് റബ്ബ് നൽകിയ ആയുസ്, ആ ആയുസ് എങ്ങനെയാണ് നീ ചെലവാക്കിയത്? അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണോ നീ ചെലവാക്കിയത്? അതല്ല അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും വഴിയിലാണോ നീ ചെലവാക്കിയത്? ഒരു മനുഷ്യന്റെ ആയുസിന് മുഴുവനും, പ്രധാനമായിട്ടും പ്രായപൂർത്തിയായത് മുതൽ മരണം വരെയുള്ളതായ അവന്റെ സമയം, അവൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പള്ളിയിൽ വരുമ്പോൾ മാന്യമായി സംസാരിക്കുന്ന മനുഷ്യരാ നമ്മൾ. നമ്മളുടെ ഇടയിലുള്ള സഹപാഠികളുമായി ബന്ധപ്പെടുമ്പോൾ മാന്യമായി സംസാരിക്കുന്നവരാ നമ്മൾ. ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളുടെ അടുക്കൽ വരുമ്പോൾ മാന്യമായി സംസാരിക്കുന്നവരാ നമ്മൾ. സഭ്യമായി സംസാരിക്കുന്നവരാ നമ്മൾ. ദേഷ്യം വരുമ്പോൾ അസഭ്യം പറയുന്നവരുണ്ട് നമ്മളുടെ ഇടയിൽ. കടുപ്പം വരുമ്പോൾ മോശമായി പ്രതികരിക്കുന്നവരുണ്ട് നമ്മളുടെ ഇടയിൽ. വീട്ടിൽ വരുമ്പോൾ മോശമായി പെരുമാറുന്നവരുണ്ട് നമ്മളുടെ ഇടയിൽ. മക്കളോടും ഭാര്യയോടും കുടുംബാദികളോടും കയർത്ത് സംസാരിക്കുന്നവരുണ്ട് നമ്മളുടെ ഇടയിൽ. അള്ളാഹു പറയുന്നു, പ്രായപൂർത്തി ആയതിനു ശേഷം നിങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, സർവ്വതും അള്ളാഹു തആല രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാ. ഒരു വാക്കുപോലും നിങ്ങൾക്ക് പറയാൻ കഴിയൂല. പ്രത്യേകിച്ച് യുവത്വത്തിന്റെ സമയത്തിൽ വല്ലാതെ സംസാരിക്കുന്നവർ, ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും സംസാരിക്കുന്നവർ, മോശമായി പ്രതികരിക്കുന്നവർ, ഇതെല്ലാം അവരുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും എല്ലാം റബ്ബ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതടങ്ങുന്ന ആയുസ് മുഴുവനും, പ്രായപൂർത്തി ആയത് മുതൽ മരണാസന്നമായി കിടക്കുന്ന സന്ദർഭത്തിലെ അവന്റെ അവസാനത്തെ സംസാരവും ഇത് മുഴുവനും അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവന്റെ ആയുസ് മുഴുവനും, അവന്റെ ജീവിത കാലഘട്ടത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരോടെല്ലാം കൂട്ടുനിന്നിട്ടുണ്ടോ, ഏതെല്ലാം മോശമായ കാര്യങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുണ്ടോ, ഇതെല്ലാം റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്ന സന്ദർഭം. അങ്ങനെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. നിന്റെ വിവാഹത്തിന് ശേഷമുള്ള നിന്റെ ബന്ധം, ആ ബന്ധത്തിൽ നീ കാണിച്ചതായ നിലപാടുകൾ, മക്കളോടുള്ള നിന്റെ സമീപനങ്ങൾ, അയൽവാസികളോട്, കുടുംബാദികളോട്, കൂട്ടുകാരോട്, നാട്ടുകാരോട്, ഇതര മത സഹോദരങ്ങളോട്, പക്ഷിപറവാദികളോട്, ജീവജാലങ്ങളോട് സർവ്വതും ചോദിക്കും. ആ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അവന്റെ ഇടപാടുകളും ഇടപെടലുകളും അവന്റെ കച്ചവടങ്ങൾ സർവ്വതിനെ കുറിച്ചും അല്ലാഹു ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഉംരിഹി ഫീമാ അബ്നാ, രണ്ടാമത് വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ. ആയുസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവന്റെ സർവ്വതും കടന്നുപോയി. എന്നിട്ട് രണ്ടാമത് വീണ്ടും അത് കഴിയുമ്പോൾ അള്ളാഹു എടുത്തു വീണ്ടും ചോദിക്കും, വഅൻ ശബാബിഹി, അള്ളാഹു അവന് നൽകിയ അനുഗ്രഹത്തിൽ, റബ്ബ് അവന് നൽകിയ ആയുസ്സിൽ ഏറ്റവും വിലമതിക്കാൻ കഴിയാത്ത അമൂല്യമായ വിലപിടിപ്പുള്ള ചില സമയങ്ങൾ ഉണ്ടായിരുന്നു. വഅൻ ശബാബിഹി, അവന്റെ യുവത്വത്തിന്റെ സന്ദർഭത്തിലുള്ള സർവ്വതും അള്ളാഹു തആല ചോദിക്കും, നിന്റെ യുവത്വം എങ്ങനെയാണ് നീ ചെലവാക്കിയത്? വഅൻ ശബാബിഹി ഫീമാ അബ്നാ, ഏതെങ്കിലും പാർട്ടിയുടെ കൊടിയുടെ പിറകെ പോയിട്ട് റബ്ബിന് പൊരുത്തക്കേട് ഉണ്ടാക്കുന്നതായിരുന്നോ നിന്റെ രാഷ്ട്രീയം? അതല്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരുന്നോ നിന്റെ രാഷ്ട്രീയം?
ഇസ്ലാം ഒരിക്കലും രാഷ്ട്രീയത്തിന് എതിർ പറയുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നിന്റെ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം എന്താണ്? നിന്റെ രാഷ്ട്രീയത്തിന്റെ ഉദ്ദേശം എന്താണ്? നിന്റെ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും നേടിയെടുക്കാനുള്ള നിന്റെ മാർഗം ഏതായിരുന്നു? ഇത് റബ്ബിന് കൃത്യമായ ബോധ്യമുണ്ടാകണം. അള്ളാഹു തആല നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? നിന്റെ യുവത്വ കാലഘട്ടം, നിന്റെ പഠനം മുതൽ തുടങ്ങി നിന്റെ യുവത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പലതും കടന്നു വന്നത് നിന്റെ യുവത്വത്തിലാണ് എങ്കിൽ, വൈവാഹിക ജീവിതം നിന്റെ യുവത്വത്തിലാണ് എങ്കിൽ, എന്ത് പൊരുത്തത്തിലാണ്, എന്ത് തീരുമാനത്തിലാണ്, എന്ത് ഉദ്ദേശത്തിലാണ് നീ വിവാഹവുമായി ബന്ധപ്പെട്ടത്? നിന്റെ മക്കളെ പരിപാലിച്ച് നീ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് കഠിനാധ്വാനം ചെയ്തപ്പോൾ, അതിനുവേണ്ടി നീ അശ്രാന്ത പരിശ്രമം നടത്തിയപ്പോൾ നിന്റെ മാനസികമായ ചിന്താഗതികൾ എന്തായിരുന്നു? അള്ളാഹു ചോദിക്കും, വഅൻ ശബാബിഹി, നിന്റെ കച്ചവടം ഏതെല്ലാം രീതിയിലായിരുന്നു? അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിരുന്നു. ശേഷം വിശാലമായി പറയുന്നുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം യുവാക്കൾ സാമ്പത്തിക മേഖലകളാണ്. അൽഹംദുലില്ലാഹ്, നാം നേരത്തെ പറഞ്ഞു, ഇന്ന് മസ്ജിദുകളിലെല്ലാം യുവാക്കളുടെ സാന്നിധ്യം വല്ലാതെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ, ടൗണുകളിൽ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ, പണ്ടൊക്കെ പറയുമായിരുന്നു നാട്ടും പുറത്താണ് വലിയ ആവേശം, തിരിച്ചായി. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നും IT മേഖലകളിൽ മാത്രം വർക്ക് ചെയ്യുന്നവരും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ഒരുപാട് ചെറുപ്പക്കാർ. സാധാരണ നമ്മൾ ജുമായിക്ക് സഫ് കിട്ടുന്ന സന്ദർഭത്തിൽ സഫ് നേരെയാക്കാൻ പറയും. അതിനോടൊപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും, ഞെരിയാണിക്ക് താഴെ കിടക്കുന്ന വസ്ത്രം കൂടി ഉയർത്തി വെക്കാൻ. അതുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിന് മുമ്പ് കുറച്ച് കൂട്ടുകാരുമായിട്ട് പള്ളിയിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത്, ഉസ്താദെ, ഞാൻ വാങ്ങുമ്പോൾ തന്നെ കൊണ്ടുപോയി ഞെരിയാണിക്ക് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് തയ്പ്പിച്ചെടുക്കും. ഞെരിയാണിക്ക് മുകളിൽ വെച്ചിട്ട് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ഒരു IT മേഖലയിലെ ഒരു ചെറുപ്പക്കാരന്റെ വാക്ക, ഒരു നാണക്കേടുമില്ല. എന്താ കാരണം? എൻ്റെ റബ്ബിന്റെ പൊരുത്തമാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് നാണക്കേടും അല്ലെങ്കിൽ അഭിമാനവും ദുരഭിമാനവും ഒക്കെ. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 1ഉം 2ഉം പാൻറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഏതെങ്കിലും ഭാഗം മറിഞ്ഞു വീണ് കീറിക്കഴിഞ്ഞാൽ അതിങ്ങനെ തയ്ച്ചു തരും. അന്ന് തയ്ക്കുന്നത് കറുത്ത പാനാണെങ്കിലും വെള്ള നൂല് കൊണ്ടാണ് തയ്ക്കുന്നത്. അതിങ്ങനെ എടുത്തു കാണും. നാണക്കേടാ, പോകൂല എന്ന് പറയും. കരയുമ്പോൾ വല്ലാതെ ശകാരിച്ചിട്ട് അത് കൊടുത്തുവിടും. ആ കീറിയ പാൻറ്റുമായിട്ട് എഴുന്നേറ്റ് നിൽക്കേണ്ട സന്ദർഭം വന്നാൽ കാണാതിരിക്കാൻ മറ്റേ കാലുകൊണ്ട് ഈ കീറിയ കാല് നമ്മളിങ്ങനെ മറച്ചു വെക്കും. അന്നതൊരു ലജ്ജാവഹമായിരുന്നുവെങ്കിൽ ഇന്ന് 10,000 കൊടുത്തിട്ട് കീറിയ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കാൻ ഒരു മടിയുമില്ല. മുട്ടിന് താഴെയായിരുന്നുവെങ്കിൽ ഇന്ന് സർവ്വതും പുറത്ത് കാണുന്ന കീറിയ പാൻറ്റുകൾ ഇന്ന് മോഡലായി മാറിയ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, അതിട്ടുകൊണ്ട് നടക്കുന്നത് അഭിമാനമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഇതിട്ടുകൊണ്ട് നടക്കുന്നത് സാംസ്കാരിക ലോകത്തിന്റെ പുത്തൻ പരിഷ്കാരമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഈ പച്ച പരിഷ്കാരം കണ്ടിട്ട് ജനങ്ങൾ എന്നിലേക്ക് ആകൃഷ്ടനാകുമെന്ന് മനുഷ്യർ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ മാനസിക അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ അഭിമാനവും അപമാനവും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തി എന്റെ ജീവിതത്തിൽ അഭിമാനമാണെന്ന് മനസ്സിലാക്കുന്ന ചെറുപ്പക്കാർ, അത് അന്തസ്സാണെന്ന് മനസ്സിലാക്കുന്ന ചെറുപ്പക്കാർ, അതിലൂടെ ഞാൻ നേടിയെടുക്കുന്നതായ ഔന്നത്യം എന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രകടമാകുന്ന അത്രയും വലിയ കോൺഫിഡൻസോടുകൂടിയാണ് ഞാൻ ഇത് ധരിക്കുന്നത് എന്ന മാനസിക അവസ്ഥ അതുണ്ടാകുമ്പോഴാണ് പൂർത്തിയാകുന്നത്. പള്ളിയിൽ കയറുമ്പോൾ നമ്മൾ മടക്കി വെക്കും, നമസ്കാരം കഴിയുമ്പോൾ നമ്മൾ അഴിച്ചിടും. നമസ്കാരത്തിന് വേണ്ടി ഒരിടത്തും കാണാൻ കഴിയൂല നമസ്കരിക്കുമ്പോൾ ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം വെക്കുക. അങ്ങനെ ഒരിടത്തുമില്ല. നമസ്കാരത്തിന്റെ സമയത്തിന് വേണ്ടി മാത്രം ഞെരിയാണിക്ക് മുകളിൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാനിത് പറഞ്ഞത് കാരണം ആ സംഭവം ഓർത്തത് കൊണ്ട് പറഞ്ഞതാ. അങ്ങനെ നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ചെറുപ്പക്കാർ നമ്മളുടെ ഇടയിലുള്ളപ്പോൾ, കൃത്യമായി സുബഹിക്ക് 1ാമത്തെ സഫിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി വന്ന് നിൽക്കുന്ന ചെറുപ്പക്കാരുള്ളപ്പോൾ, അള്ളാഹുവിന്റെ വിശുദ്ധമായ മസ്ജിദുകളിൽ ഇഅ്തികാഫിന്റെ 10 ദിവസവും ഞാൻ വരുമെന്ന് പ്രതീക്ഷയോടുകൂടി ആഗ്രഹത്തോടുകൂടി നിയ്യത്ത് വെക്കുന്ന ചെറുപ്പക്കാർ നമ്മളുടെ ഇടയിലുള്ളപ്പോൾ, അള്ളാഹു നിഷിദ്ധമാക്കിയ സാമ്പത്തിക മേഖലകളിലേക്ക് ഒരു തരത്തിലും ഞാൻ കടക്കൂല എന്ന് പ്രതിജ്ഞ ചെയ്ത ചെറുപ്പക്കാർ നമ്മളുടെ ഇടയിലുള്ളപ്പോൾ, കഴിഞ്ഞ ആഴ്ച സക്കാത്തിനെ കുറിച്ചാണ് ജുമായ്ക്ക് പറഞ്ഞത്. അത് കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ വന്ന് ഒരു സംശയം ചോദിക്കാൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ലൊരു എമൗണ്ട് ആണ് സാലറി കിട്ടുന്നത്, പക്ഷേ എനിക്ക് മാസമാണ് കിട്ടുന്നത്, മന്ത്ലി സാലറി വാങ്ങുന്ന ആളാണ് ഞാൻ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അതിന്റെ അവസ്ഥകൾ വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇത്രയും വലിയ ഗൗരവത്തിൽ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. കാരണം സക്കാത്തിന് സാധാരണ പറയാറുള്ള 2 നിബന്ധനകൾ. ഒന്ന്, ഹൗല് പൂർത്തിയായിരിക്കും, 1 വർഷം നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ. 2, എത്രയാണോ തുക, ആ തുക 1 വർഷം നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ നിൽക്കൽ. മാസം 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ സാലറി വാങ്ങുന്നവരുണ്ട്, അല്ലെങ്കിൽ 1.5 ലക്ഷവും 75,000 ഒക്കെ സാലറി വാങ്ങുന്നവരുണ്ട്. അന്നത്തെ ആ മാസത്തെ സാലറി 1 വർഷം നിൽക്കുന്നില്ല. 2 ലക്ഷം സാലറി വാങ്ങുന്നവർ, 5 ലക്ഷം സാലറി വാങ്ങുന്നവർ, അതിനനുസരിച്ച് അവരിങ്ങനെ ചെലവാക്കുകയാണ്. അവസാനം 1 വർഷം നോക്കുമ്പോൾ, 1 വർഷം എൻ്റെ കയ്യിൽ ഇത്രയും ഇല്ലായിരുന്നല്ലോ എന്ന ചിന്ത കൊണ്ട് സക്കാത്തിൽ നിന്നും ഞാൻ ഒഴിവാകൂല എന്നുള്ള ചെറുപ്പക്കാരുടെ ചിന്ത. വർത്തമാന കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ഫത്വ, തീർച്ചയായിട്ടും നിങ്ങളുടെ ആനുവൽ ഇൻകം നിങ്ങൾ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എത്രയാണോ അത് മാറ്റണം. ബാക്കിയുള്ളതിനെ നിങ്ങൾക്ക് 1 വർഷം കയ്യിലുള്ളതായിട്ട് നിങ്ങൾ കണക്കാക്കിക്കൊണ്ട് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണമെന്ന് വിശദീകരിക്കുമ്പോൾ, ആ വിഷയത്തെക്കുറിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ അഗാധമായ ചിന്തയുള്ളപ്പോൾ, എന്റെ സമ്പത്ത് 500 രൂപ കൂടി ഉണ്ടെങ്കിലേ സക്കാത്ത് എത്തുകയുള്ളൂ, ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന ചിന്താഗതിയോടുകൂടി നടക്കുന്നവരും നമ്മളുടെ ഇടയിലുള്ളപ്പോൾ, അള്ളാഹു നൽകിയ ആരോഗ്യവും റബ്ബ് നൽകിയതായ ചുറുചുറുക്കും ഇഷ്ടപ്പെടുന്നിടത്തെല്ലാം സഞ്ചരിക്കാനുള്ളതായ ശാരീരിക മാനസിക അവസ്ഥ
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറന്ന് കുടിച്ചു മതിച്ച് തട്ടഹസിച്ച് നടക്കാമെന്ന് ബഹുഭൂരിഭാഗം ചെറുപ്പക്കാരും മനസ്സിലാക്കിയിട്ട് അതിന്റെ പിറകെ പോകുമ്പോൾ അതല്ല ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ മസ്ജിദുകളിലേക്ക് ഓടിയെടുക്കുന്ന ചെറുപ്പക്കാരുടെ കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സർവ്വ പരിഷ്കാരങ്ങളും കണ്ടിട്ട് അതുപോലെ ആകണമെന്ന് പുതിയ തലമുറ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സർവ്വ പരിഷ്കാരങ്ങളുടെയും ഇടയിൽ നടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ യുവാക്കളുടെ അതിദാരുണമായ സംഭവം എന്നെക്കാളും കൂടുതൽ വിശദീകരിച്ച് നിങ്ങൾക്കറിയാം. ജനറൽ ന്യൂട്രാലിറ്റിയുടെയും അല്ലെങ്കിൽ ലിംഗ സമത്വത്തിന്റെയും വാദം നമ്മുടെ കേരളക്കരയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് പിറകെ പോയാൽ അത് അനുഭവിച്ച ഒരു സമുദായത്തിന്റെ ജീവിത ചരിത്രം എന്തേ കേരളത്തിന് മുമ്പിൽ പരസ്യപ്പെടുത്തുന്നില്ല? ജനറൽ ന്യൂട്രാലിറ്റിയുടെയും തോന്നുന്ന രീതിയിൽ തോന്നുന്നത് പോലെ ജീവിക്കാം എന്ന് അവകാശപ്പെട്ടിട്ട് സ്വാതന്ത്ര്യം നേടിയെടുത്ത രാജ്യങ്ങളിൽ തന്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി കയ്യിലുള്ളതെല്ലാം അല്ലെങ്കിൽ ആസ്വദിക്കേണ്ടതെല്ലാം ആസ്വദിക്കാനുള്ള സർവ്വതും കയ്യിൽ കിട്ടിയിട്ട് വിഷാദ രോഗങ്ങളിലേക്ക് അവസാനം മടങ്ങിയിട്ട് ജീവിതം ആത്മഹത്യകളിലേക്ക് പോകുമ്പോൾ സ്വാതന്ത്ര്യം ഇതാണ് എന്ന് മനസ്സിലാക്കുന്ന വിഭാഗം അവിടേക്ക് നോക്കാനും പഠിക്കാനും തയ്യാറാകുന്നില്ല. വർത്തമാന കാലഘട്ടത്തിലെ പുതിയ സെൻസസ് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെറുപ്പക്കാരിൽ നടക്കുന്നത് ഇതുപോലെയുള്ള രാജ്യങ്ങളിലാണ് എന്ന് ലോകത്ത് ചരിത്രം പറയുമ്പോൾ, ലോകത്ത് ആവർത്തിക്കപ്പെട്ട് പറയുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുകയാ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം, ആ അനുഗ്രഹം സമൂഹത്തിന് കൂടി പ്രയോജനപ്പെടുന്ന അവസ്ഥയിലാകുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹമായി മാറുന്നത്. അള്ളാഹു തആല ചെറുപ്പക്കാരോട് പറയും, യഥാർത്ഥത്തിൽ മാത്രമല്ല സാമൂഹികമായ പ്രതിബദ്ധതയുള്ള സർവ്വതിനും നിങ്ങൾ ബന്ധപ്പെടണം. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അങ്ങനെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ അവന്റെ സമയം ചെലവാക്കിയാൽ അള്ളാഹു തആല അവന്റെ ജീവിതത്തിൽ സർവ്വ അനുഗ്രഹങ്ങളും നൽകുമെന്ന വിശദീകരണം. വിശുദ്ധമായ റമദാൻ അതിനുള്ള ഒരു സാഹചര്യമാണ്. അള്ളാഹു തആല റമദാനിൽ ഇത്രയും വലിയ ആനുകൂല്യം വെച്ചിട്ട് നമ്മളെ മസ്ജിദുകളിലേക്കും ഇബാദത്തുകളിലേക്കും മാടി വിളിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണിക്കിട്ടിട്ട് നിങ്ങളുടെ ശരീരത്തെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനല്ല, നിങ്ങളുടെ കൊളസ്ട്രോളും നിങ്ങളുടെ ഫാറ്റും എല്ലാം നഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ ആരോഗ്യവാന്മാരാക്കൽ മാത്രമല്ല റബ്ബിന്റെ ലക്ഷ്യം. മറിച്ച് റബ്ബ് ഇത്രയും വലിയ ആനുകൂല്യം നൽകിയിട്ട് ഇത്രയും വലിയ ഓഫർ നൽകിയിട്ട് നിങ്ങളെ മസ്ജിദുകളിലേക്ക് വിളിക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? ശേഷമുള്ള നിങ്ങളുടെ ജീവിതം ഇതനുസരിച്ച് നിരതമാകാനുള്ള ഒരു പ്രേരണയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു തആല നിങ്ങളോട് നോമ്പും വിശുദ്ധമായ റമദാനും അതിന്റെ സംസ്കരണവും ഒക്കെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിലാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ. ഇനി രണ്ടാമത് വേറൊരു വിഷയം കൂടി പറഞ്ഞാൽ ഇത് പൂർത്തിയാകുകയുള്ളൂ. യുവത്വ കാലഘട്ടത്തിൽ റബ്ബിന് പൊരുത്തമല്ലാതെ ജീവിച്ചിരുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിശാലമായി വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കരുണ വിശാലമായ റബ്ബ് നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ റബ്ബിന് പൊരുത്തമല്ലാതെ നിങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, യുവത്വ കാലഘട്ടത്തിൽ നമസ്കാരമില്ലാതെ നിങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, യുവത്വത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എങ്കിൽ, ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ പരിഹരിക്കുക, റബ്ബുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ ഇല്ലാമൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. നിങ്ങളുടെ മനസ്സകത്തിൽ ഊരിത്തിരിഞ്ഞ ആ ചിന്താഗതികൾ നിങ്ങൾക്ക് വല്ലാതെ സങ്കടമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ, അതിൽ നിങ്ങൾ ആത്മാർത്ഥമായി റബ്ബിന്റെ മുമ്പിൽ ഖേദിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവേ എന്റെ യുവത്വത്തിൽ എന്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തു പോയ അതിക്രമം അതികഠിനമായി പോയല്ലോ റബ്ബേ എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായ ചിന്ത വന്നിട്ടുണ്ട് എങ്കിൽ, റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ ഏറ്റുപറയാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ, അത് നിഷ്കളങ്കമാണ് എങ്കിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ആ കാലഘട്ടത്തിൽ ചെയ്തു പോയ ആ കഴിഞ്ഞ ഗതകാല ചരിത്രം നിങ്ങൾ ഇനിയും ഓർത്തെടുക്കേണ്ടതില്ല. ആത്മാർത്ഥമായ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ പശ്ചാത്തപിച്ചിട്ടുണ്ട് എങ്കിൽ ആ പാപത്തെ സർവ്വതും അള്ളാഹു തആല നന്മയാക്കി മാറ്റുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെല്ലാം ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബ് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ യുവത്വം എവിടെ ചെലവാക്കി? അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവാക്കിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ചെറുപ്പക്കാരെ കുടുംബത്തിനും നാടിനും ദീനിനും പ്രയോജനപ്പെടുന്ന ചെറുപ്പക്കാരായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന്റെ മാതൃകകളാക്കി അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാരെ മാറ്റുമാറാകട്ടെ. നമ്മയെല്ലാം അവന്റെ ഹക്കിന്റെ പാതയിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. പ്രായമുള്ളവർ അള്ളാഹു തആല അവർക്ക് ഒരുപാട് പ്രതിഫലം നൽകും. ആ പ്രായത്തോടുകൂടി ആ ബുദ്ധിമുട്ടോടുകൂടി ചെയ്യുന്ന ഇബാദത്തുകൾ അതിന് അള്ളാഹു അല്ലാതെ പ്രതിഫലം നൽകും. അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ വിശുദ്ധ ഖുർആനും ഹദീസും പറയാൻ അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട പാളയം പള്ളിയുടെ കമ്മിറ്റി അംഗം, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട കൂട്ടുകാർ ആരിഫുക്കയും സബീബുക്ക, അള്ളാഹു തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇസ്സത്തും ഇഫ്ഫത്തും നൽകുമാറാകട്ടെ. അവന്റെ സ്വർഗ്ഗത്തിലും അള്ളാഹു തആല എത്തുന്നത് വരെയും ഈ ബന്ധത്തെ അള്ളാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. വിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മളെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കുടുംബത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും അള്ളാഹു എല്ലാവിധ അനുഗ്രഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.